മനപ്പായസത്തിന് ലേശം മധുരം കൂടിയത് കൊണ്ട് കുഴപ്പമില്ലെന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. കേരളം ഞങ്ങൾ പിടിക്കുമെന്ന് KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന കണ്ടപ്പോൾ തോന്നിയത് അങ്ങനെയാണ്. മുകളിലിരുന്ന കരുക്കൾ നീക്കുന്നത് ഒരുത്തൻ, താഴെത്തട്ടിൽ കോമാളി വേഷം കെട്ടി പാവക്കൂത്ത് നടത്തുന്നത് മറ്റു ചിലര്. ഇന്നലെ ഡൽഹിയിൽ കേരളത്തിലെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി നടത്തിയ പ്രഹസനം കണ്ടപ്പോൾ തോന്നിപ്പോയതാണ്. മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി ഇവർ 4 പേർ വണ്ടിക്കൂലി മുടക്കി കേരളത്തിലേക്ക് എഴുന്നള്ളി ഇവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി നടത്തേണ്ട ഒരു അവലോകന യോഗം, അത് നടത്താൻ 40 പേരെ ഡൽഹിക്ക് വിളിച്ചു വരുത്തി. കോൺഗ്രസുകാരെ, പ്രത്യേകിച്ച് VD സതീശൻ ഇപ്പോൾ വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് തോന്നുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടുമെന്ന് ഒരു വിഡ്ഢിയായ കോൺഗ്രസുകാരന് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. 65 സീറ്റ് കോൺഗ്രസിന് തനിയെ കിട്ടുമെന്ന് പറയുമ്പോൾ VD സതീശൻ ഒരു വിഡ്ഢി കുഷ്മണ്ഡമാണെന്ന് സ്വയം വെളിപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ എളിമ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താൻ മുഖ്യമന്ത്രി ആകാനില്ലെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന പണ്ട് കുറുക്കൻ പറഞ്ഞത് തന്നെയാണ്. കിട്ടാത്ത മുന്തിരി പൊളിക്കും. കണ്ടുകൊണ്ട് നിന്നവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. KC വേണുഗോപാൽ AK ആന്റണിക്ക് പിടിക്കുക. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം കോൺഗ്രസിനെ ഈ അവസ്ഥയിൽ എത്തിച്ച ആളെ മാതൃകയാക്കി തന്നെ വേണം പഠിക്കാൻ. താനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേധാവി എന്ന് മാളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന ഒരുതരം അഭ്യാസം. അതിന് ശിഖണ്ഡിയെ പോലെ മുന്നിൽ നിർത്തിയിരിക്കുന്നത് VD സതീശനെ. സതീശന്റെ ദാർഢ്യവും അവിവേകവും അഹങ്കാരവും കുറച്ചൊന്നുമല്ല കോൺഗ്രസിനെ പിന്നോട്ട് നയിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ താല്പര്യം കാണിക്കാതെ താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന മട്ടിലുള്ള പോക്ക് സതീശനെ കോൺഗ്രസുകാരിൽ നിന്ന് കുറച്ചൊന്നുമല്ല അകറ്റിയിരിക്കുന്നത്. ഇത് മുതലാക്കുകയാണ് KC വേണുഗോപാൽ. പണ്ട് AK ആന്റണിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഏതെല്ലാം നേതാക്കൾ ഡൽഹിയിൽ വന്നുവെന്നും അവരിൽ ആരെല്ലാം തന്നെ കാണാതെ പോയി എന്നും കൃത്യമായ കണക്ക് അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ. വരുന്ന മുഴുവൻ നേതാക്കളും തന്നെ സന്ദർശിച്ചു പോകണമെന്നും താനാണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥനുമെന്നുള്ള മട്ടിലാണ് വേണുഗോപാൽ ഇരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെന്നിത്തലയെ മാറ്റി സതീശനെ നിശ്ചയിച്ചത് തന്നെ ഒരവസരം ഒത്തുവന്നാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് എടുത്തു മാറ്റാൻ കൊള്ളാവുന്ന ഒരാൾ വേണം, അത് തന്നെയാണ്. അത്ര അപക്വമായ പ്രവൃത്തികളാണ് സതീശന്റെ കയ്യിൽ നിന്നും പുറത്തു വരുന്നത്. തീരെ സഹിക്കാൻ ഞാൻ ഒരു ദിവസം സുധാകരൻ തന്നെ രോമനാഥൻ എന്ന് വിളിച്ചത്. ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ട പക്വത ഇല്ലെന്നത് പോട്ടെ, ഒരു പ്രാദേശിക നേതാവിന് വേണ്ട പക്വതയെങ്കിലും അയാൾ സ്വായത്തമാക്കേണ്ടതായിരുന്നു. K സുധാകരനെയും MM ഹസനെയും പോലുള്ള നേതാക്കന്മാരെ പരസ്യമായി തിരുത്തുന്നു എന്നെല്ലാം പറയുന്നത് ഒരുതരം ബാലാരിഷ്ടത മാറുന്ന കുട്ടികളുടെ പരിപാടിയാണ്. ഇയാളെയൊക്കെ വെച്ചിട്ടാണ് കേരളം പിടിക്കാൻ പോകുന്നത്. അതിനൊപ്പം KPCC പ്രസിഡന്റ് ആകാൻ നടക്കുന്ന വീരന്മാരെ പറ്റി പഠിച്ചാൽ അതിലും രസകരമാണ്. 75 വയസ്സുള്ള സുധാകരനെ മാറ്റിയിട്ട് 75ലേക്ക് കയറാൻ പോകുന്ന നേതാക്കന്മാരെയാണ് പ്രസിഡന്റാക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ സതീശൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സതീശന് നേരെ തന്നെ തിരിഞ്ഞുകൊട്ടുക. കാരണം ഇതെല്ലാം കോൺഗ്രസുകാർ കാലാകാലങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഉടായ്പ വേലകൾ അത് തന്നെയാണ്. ഒന്നാമതായി വന നിയമത്തിനെതിരെ സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ തെക്ക് വടക്ക് യാത്ര, മലയോര ജാഥ. കർഷകരെല്ലാം മണ്ടന്മാരാണെന്ന ധാരണയിലാണ് സതീശൻ ആ യാത്ര നടത്തിയത്. കേന്ദ്ര വന നിയമത്തിന്റെ പേര് പറഞ്ഞ് വിതരണം ചെയ്ത പട്ടയം തിരിച്ചു വാങ്ങിച്ചതും പട്ടയ വിതരണം നിർത്തിവെച്ചതും എല്ലാം കോൺഗ്രസുകാർ തന്നെയാണ്. പഴയ കാലങ്ങളിൽ കോൺഗ്രസിലെ ഓരോരോ നേതാക്കൾ ചെയ്ത തെറ്റിന്റെയും പ്രായശ്ചിത്തം ചെയ്യേണ്ടത് സതീശന്റെ കടമയായി മാറിയെന്ന് വേണം കരുതാൻ. 1972 കേന്ദ്ര വന നിയമ പ്രകാരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നതെന്ന് സതീശന് മാത്രം അറിയില്ല. അതുപോലെയാണ് കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞത് കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി എന്ന്. 1996 AK ആന്റണി കൊണ്ടുവന്ന ചാരായ നിരോധനവും അതോടൊപ്പം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് അമിതമായ വില കൂട്ടിയതുമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം. ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. പാവം സതീശന് മാത്രം ഇതൊന്നും അറിയാൻ മേല. സതീശൻ ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ. 72 കേന്ദ്ര വന നിയമം അന്നത്തെ സാഹചര്യത്തിൽ സൃഷ്ടിച്ചതാണെന്നും അതിന് കാലോചിതമായ മാറ്റം വരുത്തണമെന്നും ഏറ്റുപറയുക. ഒപ്പം ചാരായ നിരോധനം പരാജയമായിരുന്നുവെന്നും വിദേശ മദ്യത്തിന്റെ വില കുറച്ച് വിതരണം ചെയ്യണമെന്നും ചാരായ നിരോധനം കേരളത്തോട് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് ഏറ്റുപറയുകയും കേരള ജനതയോട് മാപ്പ് ചോദിക്കുകയും വേണം. മാർപ്പാപ്പ പോലും പല കാര്യങ്ങളിലും തെറ്റേറ്റു പറഞ്ഞ കാലത്തിനനുസൃതമായി മാപ്പ് പറഞ്ഞിട്ടുള്ള ഈ ലോകത്ത് സതീശൻ മാപ്പ് പറഞ്ഞെന്ന് കരുതി വലിയ അഭിമാനക്ഷതമൊന്നും ഉണ്ടാകില്ല. കാലോചിതമായ മാറ്റം എല്ലാവർക്കും ആവശ്യമാണെന്ന് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം. ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് എത്ര പരിശ്രമിച്ചാലും
LDF തന്നെ മൂന്നാമതും അധികാരത്തിൽ വരും. ഏതെങ്കിലും രീതിയിൽ 2026 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയ മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരമേൽക്കും. ഇല്ലെങ്കിൽ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ആ പാവം VD സതീശന്റെ തലയിൽ വരും.